നമസ്കാരം. നമ്മളിന്ന് പരദീസയിലേക്കുള്ള പാത എന്ന രചനയില്ലേ, അതിലെ ചില ഭാഗങ്ങളിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ജയിലിന്റെ പശ്ചാത്തലം, അവിടെ നടക്കുന്ന ചില അസാധാരണ സംഭവങ്ങൾ, പിന്നെ മരണത്തോടടുക്കുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റം, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഇതിലെ പ്രധാന കാര്യങ്ങൾ, അതിന്റെ ചില അർത്ഥങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുമെന്ന് കരുതുന്നു. ശരി, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു വൈകുന്നേരമാണ്. ദേവാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട വസ്ത്രമൊക്കെ ഇട്ട ആള് ജയിൽ ഓഫീസറെ കാണാൻ വരുന്നു. എന്നിട്ടൊരു പ്രവചനം പോലെ ഒരു കാര്യം പറയുന്നു. യേശുവിനെ അന്ന് രാത്രി തന്നെ ക്രൂശിക്കാൻ സാധ്യതയുണ്ടെന്ന്. ദേവാലയം നശിക്കുമെന്നും പറഞ്ഞു. ഇതൊക്കെയാണ് കുറ്റങ്ങൾ. പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി, അയാൾ ഓഫീസർക്ക് പണമടങ്ങിയ ഒരു സഞ്ചി കൊടുക്കുന്നുണ്ട്, ശരിക്കും ഒരു കൈക്കൂലി പോലെ. അതെ, ആ കൈക്കൂലിയുടെ കാര്യം അത് ശ്രദ്ധിക്കേണ്ടൊന്നാണ്. കാരണം അത് വെറുമൊരു സ്വാഭാവിക നടപടിയായി തോന്നുന്നില്ല. യേശുവിനെതിരെയുള്ള ആരോപണങ്ങൾ ഉറപ്പിക്കുന്നതിനോടൊപ്പം ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കാൻ, ഒരുപക്ഷെ റോമൻ അധികാരികളുടെ മുന്നിൽ ഈ കേസ് കുറച്ചുകൂടി ഗൗരവമുള്ളതാക്കാൻ, അങ്ങനെ ഒരു ശ്രമം കൂടിയായിരിക്കാം അത്. അന്നത്തെ ആ ഒരു മതപരവും രാഷ്ട്രീയമായൊരു പിരിമുറുക്കം അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ശരിയാണ്, ഒരു അധികാര തർക്കം പോലെ. സ്വന്തം സ്ഥാനം പോകുമോന്നൊരു പേടി. അധികം വൈകുന്നില്ല, പറഞ്ഞ പോലെ തന്നെ യേശുവിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. പക്ഷെ അവസ്ഥ വളരെ മോശമാണ്. റോമൻ പടയാളികൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം വെച്ചിട്ടുണ്ട്. കളിയാക്കാൻ വേണ്ടി ഒരു പർപ്പിൾ ഡ്രസ് ഇടിച്ചിട്ടുണ്ട്. വടികൊണ്ടടിക്കുന്നു, മുഖത്തു തുപ്പുന്നു, ശരിക്കും ഒരു രാജാവിനെ പരിഹസിക്കുന്ന പോലെ. എന്നിട്ട് ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇനി യേശുവിനെ കൊണ്ടുപോയല്ലോ, അതിന് തൊട്ടു പിന്നാലെ ഈ കഥ പറയുന്ന ആളെയും കൂടെയുള്ള വേറൊരു തടവുകാരനെയും പുറത്തിറക്കുന്നു. അവരുടെ ശിക്ഷ അത് നേരത്തെയാക്കി, യേശുവിന്റെ കൂടെ തന്നെ ക്രൂശിക്കാൻ, അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട്. അതാണ് തീരുമാനം. സാധാരണഗതിയിൽ ശിക്ഷാവിധി നടപ്പാക്കാനൊരു സമയക്രമമുണ്ടാവാം. പക്ഷേ ഇവിടെ അത് പെട്ടെന്നാക്കുന്നത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് കഥയുടെ മുന്നോട്ടുള്ള പോക്കിനെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. എന്നിട്ട് ക്രൂശിൽ കിടക്കുമ്പോ ആ കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റേ കുറ്റവാളിയില്ലേ, അയാൾ യേശുവിനെ നോക്കി കളിയാക്കാൻ തുടങ്ങുന്നു. നീ ക്രിസ്തുവാണെങ്കിൽ, രക്ഷകനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കൂ, ഞങ്ങളെയും രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മുടെ കഥ പറയുന്ന ആള് അവനെ തടയുകയാണ്, ശാസിക്കുകയാണ്. നീ എന്താ ഈ പറയുന്നത് എന്ന മട്ടില്. അതെ, അവിടെയാണ് ആ ഒരു വലിയ വ്യത്യാസം കാണുന്നത്. ഒരേ അവസ്ഥയിലാണ് രണ്ടുപേരും. മരണത്തെ മുന്നിൽ കാണുന്നു. എന്നിട്ടും ഒരാൾ പരിഹാസവും നിഷേധവുമാണ് പറയുന്നത്. മറ്റേയാള്, അയാൾ പെട്ടെന്ന് വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. അയാൾ മറ്റവനോട് പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തെ ഭയമില്ലേ? നമ്മളും ഇതേ ശിക്ഷയിൽ തന്നെയാണല്ലോ. നമുക്ക് കിട്ടിയത് ന്യായമാണ്, നമ്മൾ ചെയ്തതിന്റെ ഫലം. എന്നിട്ട് യേശുവിനെ ചൂണ്ടി പറയുന്നു, പക്ഷേ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ വാക്കുകൾ, അതിൽ വലിയൊരു തിരിച്ചറിവുണ്ട്. ശരിയാണ്, സ്വന്തം തെറ്റും യേശുവിന്റെ നിരപരാധിത്വവും ഒരേ സമയം തിരിച്ചറിയുന്നു. അതെ, ആ ഒരു നിമിഷത്തിലെ സത്യസന്ധത. ആ തിരിച്ചറിവ് വന്ന ശേഷം അയാൾ യേശുവിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. വളരെ ചെറിയ, എന്നാൽ ഒരുപാട് അർത്ഥമുള്ളൊരപേക്ഷ. യേശുവേ, അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. ആ അപേക്ഷ, അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലേ. തന്റെ ഭൂതകാലം അത്ര നല്ലതല്ലെന്നും തിരിച്ചു നൽകാൻ നന്മയൊന്നും കയ്യിലില്ലെന്നും അയാൾക്ക് നന്നായി അറിയാം. എന്നാലും ആ മരണക്കിടക്കയിൽ വെച്ച് അയാൾ യേശു ഒരു രാജാവാണെന്ന് വിശ്വസിക്കുകയാണ്, ഒരു രാജ്യമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിലും ഒരു പ്രതീക്ഷ, ഒരു ചെറിയ തിരുനാളം അയാൾ കാണുന്നു. അത് വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, വരാനിരിക്കുന്ന നല്ലൊരു ലോകത്തിൽ അവിടെ തനിക്കും ഒരിടം വേണമെന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹമാണത്. ഒരു കരുണയ്ക്കുള്ള യാചന. അതിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് ഒരുപക്ഷെ ഈ ഭാഗത്തെ ഏറ്റവും ശക്തമായ വാചകം. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ശ്രദ്ധിക്കണം, നാളെയോ കുറെ കഴിഞ്ഞു എന്നല്ല, ഇന്ന്. ആ ഒരൊറ്റ വാക്ക്, ആ മനുഷ്യന് ആ നിമിഷം കിട്ടിയ ഒരു ഉറപ്പ്, അതെത്ര വലുതായിരിക്കും. തീർച്ചയായും ആ ഇന്ന് എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പല കാഴ്ചപ്പാടുകളുള്ള ഒരു കാലത്ത് ഉടനടിയുള്ള ഒരു രക്ഷ, ഒരു പറുദീസ അനുഭവം അത് വാഗ്ദാനം ചെയ്യുന്നത്, അത് വളരെ വലുതാണ്. ശാരീരികമായ വേദനയുടെയും മരണഭയത്തിന്റെയും നടുവിലാണ് ഈ വാഗ്ദാനം കിട്ടുന്നത്.
അത് ആത്മാവിന് കിട്ടുന്ന ഒരു തൽക്ഷണ വിടുതലാണ്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് കിട്ടിയെന്ന് മാത്രമല്ല, ദൈവസാന്നിധ്യമുള്ള ഒരിടത്തേക്ക്, ഒരു സന്തോഷത്തിലേക്ക് ഉടനടി പ്രവേശനം കിട്ടുകയാണ്. ഇതിലും വലിയൊരു വാഗ്ദാനം ഒരു കുറ്റവാളിക്ക് കിട്ടാനില്ല. അപ്പോ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്? ശിക്ഷിക്കപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ അവസാന നിമിഷങ്ങളിലെ ഒരു മാറ്റം, ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു തിരിഞ്ഞുനോട്ടം, ആ ഒരു യാചന, അതിന് കിട്ടുന്ന ഒരു മറുപടി, ഇത് ശരിക്കും കരുണയുടെയും പ്രതീക്ഷയുടെയും വലിയൊരു ചിത്രം തരുന്നുണ്ട്. അതെ, ശരീരം കൊണ്ട് തകർന്നിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പുതുജീവൻ കിട്ടുന്നൊരവസ്ഥ. ശരിയാണ്. ജീവിതത്തിലെ ഏറ്റവും ഒരുപക്ഷെ അവസാനത്തെ നിർണായക നിമിഷത്തിൽ സംഭവിക്കുന്ന ആ തിരിച്ചറിവ്, ആ വിശ്വാസം ഏറ്റുപറയുന്നത്, അതിന് കിട്ടുന്ന ഉടനടിയുള്ള മറുപടി, ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാഹചര്യങ്ങൾ എത്ര മോശമായാലും ഒരു വ്യക്തിയുടെ ആത്മാർത്ഥമായ ഒരു നിമിഷത്തെ മാറ്റത്തിന്, ഒരു തിരഞ്ഞെടുപ്പിന്, അതിന് വലിയ വിലയുണ്ട്. ഭൂതകാലം എന്തോ ആയിക്കോട്ടെ, ആ ഒരു നിമിഷത്തിൽ ഹൃദയം കൊണ്ട് നടത്തുന്ന ആ ഒരു നിലവിളി, അത് കേൾക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ വിവരണം കേൾക്കുമ്പോൾ നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം, മരണത്തിന് തൊട്ടുമുൻപ് നടത്തുന്ന ഇങ്ങനെയൊരു ഏറ്റുപറച്ചിലിനും അതുപോലൊരു വാഗ്ദാനത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട്. ജീവിതകാലം മുഴുവൻ ചെയ്തതിനെയൊക്കെ ആ ഒരു നിമിഷത്തെ ആത്മാർത്ഥത കൊണ്ട് മറികടക്കാൻ പറ്റുമോ? ആ ഒരൊറ്റ തീരുമാനം അതൊരു വ്യക്തിയുടെ നിത്യതയെ തീരുമാനിക്കുമോ? ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്നാലോചിക്കാവുന്നൊരു കാര്യമാണ്.